നമസ്കാരം. നമ്മളെ നാട് എത്ര തന്നെ പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും, നമ്മൾ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്ഥാനമാണെന്ന് പറഞ്ഞാലും, ചില കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴും വളരെ പിന്നിലാണ്. അത് നമ്മൾ മലയാളികളുടെ ഒരു മനോഭാവത്തിന്റെ പ്രശ്നമാണ്. എത്രയൊക്കെ നമ്മൾ ഉന്നതിയിലേക്ക് കുതിച്ചുയരുക എന്ന് പറഞ്ഞാലും ആ ഒരു മനോഭാവത്തിൽ നമുക്ക് ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല. ഇപ്പോൾ അത് പറയാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം കോഴിക്കോട് ബീച്ചിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ പുതിയ ഫുഡ് സ്ട്രീറ്റ് വന്നതും പഴയ ഉന്തുവണ്ടികളെല്ലാം ഒഴിവാക്കി നല്ല അടിപൊളി സെറ്റപ്പിലേക്ക് മാറിയതൊക്കെ നിങ്ങൾ വാർത്ത കണ്ടിട്ടുണ്ടാവും. അത് തുറന്നു കൊടുത്തതിന് ശേഷം അവിടെ വന്ന് അവിടെ വന്ന ആളുകൾ ചെയ്ത ചില കാര്യങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. നമ്മൾ ആളുകളുടെ ഒരു മനോഭാവം, ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല, ഞാൻ ഉൾപ്പെടെയല്ല നമ്മളുടെ പൊതുസമൂഹമാണ്. അപ്പോൾ ഞാനടക്കം ഇതിൽ ഉത്തരവാദികളാണ്. പല സമയങ്ങളിലും നമ്മൾ ചിലപ്പോൾ ഇത്തരം ഇത്തരം കാര്യങ്ങളിൽ 100% പെർഫെക്റ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും, സർക്കാരുകൾ, ഭരണകൂടങ്ങൾ എത്രയൊക്കെ മാറ്റങ്ങൾ നമ്മളെ നാട്ടിൽ വലിയ വലിയ വികസനങ്ങൾ കൊണ്ടുവന്ന് ടൂറിസം മേഖലയിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയാലും ഇതെല്ലാം 100% പ്രതിഫലിക്കണം എന്നുണ്ടെങ്കിൽ, അതിന്റെ ഗുണം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ നമ്മൾ മറ്റ് രാജ്യങ്ങളുടെ മുന്നിൽ നമുക്ക് തല കുനിക്കാത്ത രീതിയിൽ ഇത് അഭിമാനത്തോടെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മനോഭാവത്തിൽ, നമ്മൾ മലയാളികളുടെ മനോഭാവത്തിൽ നമ്മൾ അതിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിനെ കുറിച്ചിട്ടാണല്ലോ ഇതിലെ പ്രധാനപ്പെട്ട വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഓരോരുത്തരും, ഞാനടക്കമുള്ള നമ്മളെല്ലാവരും, നമ്മളുടെ മനോഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇനിയും വരാനുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ എല്ലാവരും ശ്രദ്ധിച്ച് നമ്മൾ പോകുന്ന സ്ഥലങ്ങളും പരിസര പ്രദേശങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണ വസ്തുക്കളും മറ്റു പാഴ്വസ്തുക്കളും എല്ലാം നമ്മൾ കൃത്യമായിട്ട് വേസ്റ്റ് ബോക്സിൽ നിക്ഷേപിച്ച് അതിനൊരു മാലിന്യ സംസ്കരണം നടത്താനുള്ള ഒരു നമ്മൾ തന്നെ ഇതൊക്കെ നമ്മൾ വീടുകളിൽ നിന്ന് തുടക്കം കുറിക്കാൻ നമ്മൾ പറയില്ല. നമ്മൾ വീടുകളിൽ നിന്ന് നമ്മൾ തുടക്കം കുറിക്കുന്നത് തന്നെയാണ് നമ്മൾ പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഈ കാര്യത്തിൽ വന്നിട്ടുണ്ട്, കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പഴയ പോലെ ഒന്നും അല്ല ഇപ്പോൾ നമ്മളുടെ പൊതുസമൂഹം, നമ്മളുടെ പരിസര പ്രദേശങ്ങളെല്ലാം നല്ല മാറ്റം വന്നിട്ടുണ്ട്. ആളുകൾ നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ചെറിയൊരു വിഭാഗം ആളുകൾ ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പം നമ്മൾ മാറിയേ പറ്റൂ. നമ്മൾ മാറുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ നാടിൻ്റെ തിളക്കം കൂടും, നമ്മളെ നാടിൻ്റെ മുന്നേറ്റം നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കുതിക്കാൻ പറ്റും എന്ന് മാത്രമാണ് ഈ കാര്യങ്ങളിൽ പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം.